ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 138ാമത്തെ സെഷനാണല്ലോ ഇത്. ഈ സെഷനിൽ നമ്മൾ 5ാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5ാം സദനത്തെക്കുറിച്ച് 4 അധ്യായങ്ങളാണ് മദ്രേസ്യ വിവരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 1ാമത്തെ അധ്യായം പ്രാർത്ഥനയിൽ ആത്മാവിന് സിദ്ധിക്കുന്ന ദൈവൈക്യം എന്ന ഹെഡിങ്ങാണ് മദ്രസ കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ ഖണ്ഡിക, സഹോദരിമാരെ, 5ാം സദനത്തിലെ സമൃദ്ധിയും വിഭവങ്ങളും വർണ്ണിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഇനി ശേഷിക്കുന്ന സദനങ്ങളെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് ഉചിതമെന്ന് പോലും തോന്നിപ്പോകുന്നു. ബുദ്ധിക്ക് അവ ഗ്രഹിക്കാൻ ശേഷിയില്ല. മുന്നോട്ട് ഓരോ സദനം കടന്നു വരും തോറും മദ്രേസ്യ തന്നെ നിസ്സഹായത ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും സദനത്തിന്റെ വിവരണത്തിലേക്ക് വരുമ്പോഴേക്കും അത് ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകമായ സഹായത്താൽ നമുക്കറിയാം. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തും കൂടുതൽ ഉള്ളുകൊണ്ട് ഒരുങ്ങി ഇതിലേക്ക് വരാനുള്ള ഒരു നിബന്ധന നമുക്കൊന്നുകൂടെ സ്വയം ഓർമ്മിപ്പിക്കാം. ഇതുവരെയുള്ള 4 സദനങ്ങൾ ഒരുപക്ഷെ നമ്മൾ നല്ലപോലെ ആഴപ്പെടുത്തി അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടോയോ നമ്മൾ പരിശോധിക്കണം, എടുക്കാനായിട്ട് നമ്മൾ നോക്കണം. എങ്കിലും നമുക്ക് ഈ സദനത്തിന്റെ ഉള്ളങ്ങളിലേക്ക് കടക്കാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ എളുപ്പമല്ല, സാധ്യമല്ല, ശേഷിയില്ല. ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവയെ പ്രകാശിപ്പിക്കാൻ സാധ്യവുമല്ല. എത്ര ഉദാഹരണം പറഞ്ഞാലും പറ്റുകയില്ല എന്ന് മദ്രസ പറയുന്നുവെങ്കിലും മദ്രസ വളരെ മനോഹരമായ ഉദാഹരണങ്ങളാണ് മുന്നോട്ട് വരുമ്പോൾ പറയാനായിട്ട് പോകുന്നത്. ലോകവസ്തുക്കളൊന്നും അതിന് പര്യാപ്തമല്ല. ലോകത്തിലുള്ള ഏതെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ വെച്ചൊന്നും അത് പറയാനോ അത് പറ്റത്തില്ല. എൻ്റെ നാഥ, പിശാച് പ്രകാശത്തിന്റെ ദൂതനായി രൂപാന്തരപ്പെടുമ്പോൾ അങ്ങേ പരിജനങ്ങൾ വഞ്ചിതരാകാതിരിക്കത്തക്കവണ്ണം അവർക്ക് മാർഗദർശനം നൽകുവാൻ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വെളിച്ചം നൽകണമേ. പിശാച് പ്രകാശത്തിന്റെ ദൂതനായിട്ട് വേഷം കെട്ടാറുണ്ടല്ലോ എന്ന് പൗലോസപ്പുസ്തകനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കെണികളുടെ നടുവിൽ വഴി തെറ്റാതെ നീങ്ങുവാനായിട്ട് അങ്ങേ അന്വേഷിച്ചു വരുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് വെളിച്ചം തരണം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരിൽ ചിലർക്ക് ഈ ആനന്ദം പലപ്പോഴും അരുളുവാൻ അങ്ങ് കനിഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആനന്ദം, ഇതൊരു ആനന്ദ അനുഭൂതി നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. കഴിഞ്ഞ സദനത്തില് മദ്രസ വിശദമായിട്ട് സമയത്ത് പരിചരണം നമുക്ക് നടത്തുന്നത് ഭക്തിമാധുര്യം, ആനന്ദ അനുഭൂതി, പ്രശാന്തമായ പ്രാർത്ഥന, ഉള്ളിന്റെ ആനന്ദത്തെക്കുറിച്ചാണ്. ഇതിന്റെ ബാക്കിയാണ് അങ്ങോട്ട് പറഞ്ഞു വരുന്നത്, പുറകോട്ട് പോകുന്നില്ല. ഇങ്ങനെയുള്ള ആനന്ദ അനുഭൂതിയുടെ പ്രശാന്തമായ നിശബ്ദതയുടെ പ്രാർത്ഥനയുടെ ഉള്ള അനുഭവം ചിലർക്ക് അങ്ങ് പലപ്പോഴും അരുളുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ അഭിലാഷങ്ങളെല്ലാം അങ്ങേ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ഈ ആനന്ദം കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയുള്ളവർക്കാണ് നമുക്ക് വീണ്ടും സൂചിപ്പിക്കുകയാണ്. അവരുടെ അഭിലാഷങ്ങളെല്ലാം അങ്ങേ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പരിശ്രമങ്ങളും എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ ആത്മീയമായ അനുഭവത്തിലേക്ക് ദൈവം കൈപിടിച്ച് ആനയിക്കുക എന്ന മദ്രസയുടെ വീണ്ടും അറിയാതെ തന്നെ ആണേലും ഒന്നുകൂടെ പറയുകയാണ്. 2ാം ഖണ്ഡിക, ചിലർക്ക് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ വിവരിക്കാൻ പോകുന്ന സദനത്തിൽ പ്രവേശിക്കാത്തവർ വിരളമാണ് എന്ന് നമ്മൾ തുറന്നു പറയുകയാണ്. അപ്പൊ ചിലർക്ക് ഈ ആനന്ദം അവിടെ നൽകിയിട്ടുണ്ടല്ലോ. അത് അവരുടെ അഭിലാഷങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച് പോകുന്നവർക്കാണ്. എങ്കിലും ചിലരെന്ന് പറഞ്ഞ അത്ര ചുരുക്കമൊന്നും അല്ല. ആത്മീയ മേഖലയിലൂടെ പരിശ്രമിച്ച് കയറി വരുന്നവരിൽ ഈ ഒരു ആനന്ദ അനുഭവത്തിലേക്ക് വരാത്തവര് വിരളമാണ്, പ്രവേശിക്കാത്തവർ വിരളമാണ് എന്ന് മദ്രസ പറയുകയാണ്. അവരുടെ ഇടയിൽ തരഭേദമുണ്ടായിരിക്കാം. എല്ലാവർക്കും ഒരുപോലെ അല്ല അത് പ്രവേശനവും കിട്ടുന്നതും അനുഭവിക്കാൻ പറ്റുന്നതും. അതിനാൽ ഞാൻ പൊതുവെ പറയുന്നു, അധികം പേരും ഉള്ളിൽ പ്രവേശിക്കുന്നവരത്രേ എന്ന്. ആത്മീയ മേഖലയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് നീങ്ങാനായിട്ട് സന്നദ്ധരായിരിക്കുന്ന, ത്യാഗമെടുത്ത് പരിശ്രമിക്കുന്ന വ്യക്തികൾ അധികം പേരും ഈ 5ാം സദനത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ അല്ലെ ഭാഗ്യം അവസരം കിട്ടിയിട്ടുള്ളവർ തന്നെയാണ് എന്ന മദ്രസയുടെ അഭിപ്രായം. ഈ മുറിയിലുള്ളതായി ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്ന ചില സംഗതികൾ അപൂർവം ചിലർ മാത്രമേ പ്രാപിക്കുന്നുള്ളൂ. ഇവിടെ ഒരു വ്യത്യാസം മദ്രസ പറയുന്നുണ്ട്. നമ്മൾ കുർബാനക്രമത്തിൽ അപ്പം വിധിക്കൽ ഒരു പറയല്ലേ, പാപികളേവരെയും മാടി വിളിച്ചവനാം
അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കർത്താവേ എന്ന് പറയുന്നത് ഇത് സ്തുതിക്കുകയാണ്. അപ്പൊ എല്ലാ പാപികളെയും അവിടുന്ന് വിളിക്കുന്നുണ്ട്, തൻ്റെ പക്കലേക്ക് അടുത്തേക്ക് വരാം, അവർക്ക് അവസരം കിട്ടുന്നുണ്ട്. എന്നാൽ അകത്ത് പ്രവേശിക്കാൻ അവസരം കിട്ടുന്നത് അനുതാപികൾക്ക് മാത്രമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ അന്യസദനത്തിലേക്ക് അനേകർക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രാപിക്കുന്നവർ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ബേക്കറിയിലേക്ക് ചെന്ന് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ ബേക്കറിയിൽ ചില്ലലമാരകളിൽ നിരത്തി വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ വില കൊടുക്കണം, അതിനുള്ള വില നമ്മൾ കൊടുക്കണം, പൈസ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അവിടെ ചെന്ന് കയറി എല്ലാം കണ്ട് കേട്ട് ഇങ്ങനെ ചുറ്റും നടന്ന് ഇറങ്ങിപ്പോരാൻ ആർക്കും പറ്റും, ആർക്കും പറ്റും. പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ വ്യത്യാസമുണ്ട്, സ്വന്തമാക്കണമെങ്കിൽ വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് പോലെ പ്രവേശിക്കുന്നവർ വളരെയുണ്ട്, പക്ഷെ പ്രാപിക്കുന്നവർ ചിലർ മാത്രമേ ഉള്ളൂ. മദ്രസ പറയുകയാണ്, എങ്കിലും അവരതിൻ്റെ പ്രവേശന ദ്വാരം വരെ എത്തുന്നുള്ളൂ എന്നിരുന്നാലും അത് തന്നെ ദൈവം അവർ കരുതുന്ന വലിയ അനുഗ്രഹമാണ്. ഈ സദനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹം തന്നെയാണ്. അത് സ്വന്തമാക്കാൻ, അനുഭവിക്കാൻ, പ്രാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും. എന്തുകൊണ്ടെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെയും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാണല്ലോ. മത്തായി 20:15 വാക്യം മദ്രസ ഉദ്ധരിക്കുകയാണ്. വിളിക്കപ്പെട്ടവർ വളരെയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. കല്യാണ വിരുന്നിന്റെ ഉപമയാണല്ലോ. അനേകരെ വിളിക്കുമ്പം തമ്പുരാന്റെ മാനദണ്ഡം ഈശോ പറയുന്നത് വഴിയറിവിൽ കാണുന്നവരെല്ലാം വിളിച്ച് മുടന്തരെയും അന്ധരെയും യാചകരെയും ഒന്നുമില്ലാത്ത എല്ലാവരും വിളിച്ച് നിർബന്ധിച്ച് അങ്ങനെ വന്ന് അകത്ത് കയറാനുള്ള അവസരം അനേകർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ അവർ കല്യാണ വസ്ത്രം ധരിച്ച് തന്നെ വരണം. ആ കല്യാണ വസ്ത്രവും ആ വിരുന്നിന്റെ പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നുണ്ട്. വിളിക്കുന്ന ആള് തന്നെ ആ ഹാളിന്റെ പുറത്ത് വരുന്നവർക്ക് സൗജന്യമായിട്ട് എടുത്തണിയാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് അങ്ങോട്ടും ചെന്ന് എടുത്തണിഞ്ഞ് ആ വിരുന്നൊരുക്കുന്ന ആള് പ്രതീക്ഷിക്കുന്ന ഒരു അന്തസ്സിലും ഭംഗിയിലും മനോഹാരിതയിലും മാന്യതയിലും അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സന്നദ്ധത വേണം. അതെടുത്ത് നണിഞ്ഞാൽ മതി, അതാ കല്യാണ വസ്ത്രം. പക്ഷെ അതുപോലെ തയ്യാറാകാതെ വന്ന വിളിക്ക് ഞാനിപ്പോൾ കയറാൻ പോവാ എന്ന് പറഞ്ഞ് കയറി ഇരിക്കുന്നവരെ പിടിച്ച് പുറത്തേക്കാക്കും, ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടും, അവിടെ വിലാപവും മല്ലുകടിയുമായിരിക്കുമെന്ന് ഈശോ പറയുന്ന ഉപമ നമുക്കറിയാം, സ്വർഗരാജ്യത്തിന്റെ ഉപമയാണല്ലോ. അപ്പൊ അതവിടെ അമദസ്യ പറയുകയാണ്. അപ്പൊ ഈ സദനത്തിലേക്ക് കയറുന്നവർ അനേകരുണ്ട്, പക്ഷെ അത് അനുഭവിക്കുന്നവർ അവിടെയുള്ള വിഭവങ്ങൾ സ്വന്തമാക്കുന്നത് ചുരുക്കമാണ്. ഇതൊരു സൂചനയാണ്. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിക്കുന്നു. കർമ്മല സഭയിലെ സിസ്റ്റേഴ്സിനെ എന്നെ കൊണ്ട് മദ്രസ എഴുതുന്ന ഓർമ്മിക്കാം. കർമ്മല സഭയുടെ തിരുവസ്ത്രം ധരിക്കുന്ന നാം എല്ലാവരും പ്രാർത്ഥനയ്ക്കും ധ്യാനപരമായ ജീവിതത്തിന് ക്ഷണിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അന്യസദനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിന്റെ വേറെ ഉദാഹരണം മദ്രസ പറയുകയാണ്. ഈ മഠത്തിനകത്തേക്ക് കർമ്മല സഭയുടെ ഈ അംഗത്തിലേക്ക് അംഗങ്ങളായിട്ട് പ്രവേശിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടി, സഭാ വസ്ത്രവും കിട്ടി, നിങ്ങളെല്ലാം സിസ്റ്റേഴ്സാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ ആത്മീയതയുടെ ആഴങ്ങൾ നിങ്ങൾ സ്വന്തമാക്കണമെന്നില്ല. മഠത്തിൽ വന്നതുകൊണ്ട് മാത്രം, കർമ്മല സഭയുടെ അംഗമായതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ എത്തുകയാണ്. അതിന് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തി അധ്വാനിച്ച് ആഗ്രഹിച്ച് സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. അപ്പം അത് പറയുകയാണ്. അപ്പൊ ഇവിടെ സഭാവസ്ത്രം സ്വീകരിച്ച് അകത്ത് വന്നുകൊണ്ട് മാത്രം നിങ്ങൾ എല്ലാം നേടിയെന്ന് അർത്ഥമില്ല. നമ്മുടെ ലക്ഷ്യം ഇതാണ്, പ്രാർത്ഥനയ്ക്കും ധ്യാനപരമായ ജീവിതത്തിനും വേണ്ടിയുള്ളതാണ്. ക്ഷണിക്കപ്പെട്ടവരാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രതിപാദ്യ വിഷയമായ ആ അമൂല്യ രത്നത്തിനു വേണ്ടി ലോകത്തെ വെറുത്ത് ഉപേക്ഷിച്ച് നിഷ്കൃഷ്ടമായ ഏകാന്തതയിൽ വസിച്ചു വന്ന കർമ്മലമലയിലെ വിശുദ്ധ പിതാക്കന്മാരുടെ വംശത്തിനാണ് നമ്മുടെ ഉത്ഭവം. കർമ്മല മലയില് ഏലിയ പ്രവാചകനും അങ്ങനെ വലിയ പിതാക്കന്മാരുടെ വലിയൊരു സമൂഹം തന്നെ ആ മലയിലെ ഗുഹകളിൽ വസിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർമ്മല ആത്മീയതയുടെ ആരംഭം ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ അതാണ് മദ്രസ എടുത്ത് പറയുന്നത്. എന്നിരുന്നാലും കർത്താവ് അത് നമുക്ക് തുറന്നു തരത്തക്ക വിധം നമ്മിൽ ചുരുക്കം പേര് മാത്രമേ സ്വയം ഒരുങ്ങുന്നുള്ളൂ. അപ്പൊ അമൂല്യ രത്നത്തിന് വേണ്ടി എന്ന് പറയുന്നിടത്ത് മത്തായി 13 രത്നവ്യാപാരി അമൂല്യമായ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ അതുവരെ താൻ നേടിയതെല്ലാം രത്നങ്ങളെല്ലാം വിറ്റിട്ട് ഈ ഒരു രത്നം സ്വന്തമാക്കുന്നു എന്ന് ഈശോ. ഇതുപോലെ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നത് പോലെ എല്ലാം ഉപേക്ഷിച്ചെങ്കിലേ ഇത് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമ്മൾ അകത്ത് വന്നതോട് മാത്രമായില്ല, നമ്മൾ അതനുസരിച്ച് കൊടുക്കലെടുക്കണം.
അവിടെ നമ്മിൽ ചുരുക്കം പേര് മാത്രമേ സ്വയം അങ്ങനെ വില കൊടുക്കാൻ ഒരുങ്ങുന്നുള്ളൂ. ബാഹ്യ വ്യാപാരങ്ങളിൽ നമ്മുടെ കാര്യം കാണാൻ മാത്രമൊക്കെ നാം സുഹൃത്തുക്കളായി നടക്കുന്നുണ്ടായിരിക്കാം. ബാഹ്യ വ്യാപാരങ്ങളിൽ നമ്മുടെ കാര്യം കാണാൻ മാത്രമൊക്കെ നാം സുഹൃത്തുക്കൾ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ കർമ്മ സഭയെ കുറിച്ച് മദ്രസ പറയുന്നത് ആ സഹോദരന്മാരെ എന്നെ കണ്ടിട്ടാണ്. ഇപ്പൊ നമുക്ക് കത്തോലിക്ക സഭയില് അംഗങ്ങളായി തമ്പുരാൻ വിളിച്ചിരിക്കുന്ന മാമോദിസ മക്കളായിട്ട് തീർന്നിരിക്കുന്നത് എങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്? ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ ഞാൻ പിതാവിലുമാണെന്ന്. പിതാവും പുത്രനും ഞങ്ങൾ വന്ന് അവർ വാസം ഉറപ്പിക്കും, പരിശുദ്ധന്മാർ വാസം ഉറപ്പിക്കും. അങ്ങനെ ദൈവികമായ ഐക്യത്തിലും അനുഭവത്തിലും ജീവിക്കാൻ പഠിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസിയും. അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. അതുകൊണ്ട് കർമ്മസഭയുടെ വസ്ത്രം സഭ, നമ്മൾ കത്തോലിക്ക സഭ ചിന്തിച്ചോ മാമോദിസ കിട്ടിയ വെള്ള വസ്ത്രം, അതിന്റെ ബാക്കി ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മദ്രസ പറഞ്ഞതായ ഒരു കമന്റ് വളരെ പ്രസക്തമാണ്. എന്താണത്? ബാഹ്യ വ്യാപാരങ്ങളിൽ നമ്മുടെ കാര്യം കാണാൻ മാത്രമൊക്കെ നാം സുഹൃത്തുക്കൾ നടക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ആത്മീയ മേഖലയിൽ കടന്നു വരുന്ന, ധ്യാനിക്കാനൊക്കെ അന്വേഷിച്ച് കടന്നു വരുന്നവരുടെ അനേകരുടെ ലക്ഷ്യം പലപ്പോഴും ഇങ്ങനെ ബാഹ്യ മേഖലകളിൽ വ്യാപാരങ്ങളിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള മാർഗം തേടിയിട്ടാണ് ആത്മീയ അന്വേഷിച്ച് വരുന്നത്. ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വലിയ രോഗത്തിൻ്റെ അവസ്ഥയാണ്. അത് തിരിച്ചറിഞ്ഞു ദൈവാനുഗ്രഹത്താൽ. ഇനി അച്ഛനടുത്ത് ഞാൻ ധ്യാനിക്കാനൊന്ന് വരികയാണ്. അച്ഛൻ ആശുപത്രി കയറാതെ അതൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം, ഒരു അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാവണം, അതിനുവേണ്ടി ഞങ്ങളൊന്ന് വരിക അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഓർമ്മിക്കുകയാണ്. നമ്മളങ്ങനെ ചിന്തിച്ച് പോകുന്നു. ശരിയാ, രോഗങ്ങൾ, തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ, നിസ്സഹായതകൾ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ദൈവത്തിന്റെ ഹിതമല്ല, നമ്മളെ നമുക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയുമല്ല. അത് പാപവും സാത്താന്റെ അസൂയയും കണിയും വഴി വന്ന് ഭവിച്ച തിന്മകളുടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വരുന്ന ഫലങ്ങളാണ്. അത് ദൂരീകരിക്കപ്പെടണം. അതിന് പക്ഷേ ഈശോ പറയുന്ന മാർഗ്ഗം ദൈവത്തിന്റെ രാജ്യവും നീതി ആദ്യം അന്വേഷിക്കുക. അപ്പൊ അത് അന്വേഷിക്കാതെ ഇതൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി മാത്രം വരുന്ന ഒരു പ്രവണത അനേകർക്കുണ്ട്. ഒരു സഹോദരൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. ശുശ്രൂഷകരെ പറ്റി പറയുമ്പോൾ അപ്പോസ്തലൻ അങ്ങനെ പറയുന്നുണ്ട്. തിമോത്തിയോസ് അങ്ങനെ അല്ലെന്നാ പറയുന്നത്, അപ്പോസ്തലൻ എഴുതുകയാണ്. അപ്പൊ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആത്മീയ മേഖലയും പ്രാർത്ഥനയും ശുശ്രൂഷകളും എല്ലാമായിട്ട് പോകുന്ന ഒരു അപകടാവസ്ഥ ഇവിടെ മദ്രസ പറയുകയാണ്. അവിടെ നമ്മൾ സുഹൃത്തവും പ്രാർത്ഥനയും ആത്മീയതയും ഒക്കെ നമ്മുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമായി പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ആനന്ദ അനുഭവത്തിലേക്ക് വരാൻ പറ്റുകയെന്ന് മദ്രസ പറയാണ്. എന്നാൽ നമ്മുടെ സഭയുടെ സാക്ഷാൽ ലക്ഷ്യമായ ഈ പദവി പ്രാപിക്കുന്നതിന് വളരെ മികച്ച പുണ്യ അഭിവൃദ്ധി ആവശ്യമാണ്, നിർബന്ധമായിട്ടും ആവശ്യമാണ്. നമ്മൾ ഈ പറയുന്ന അന്യസദനത്തില് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ, പ്രവേശിക്കാൻ പറ്റുമായിരിക്കും, ദൈവത്തിന്റെ അവസരമുള്ള ദൈവം അനുവദിക്കുന്നതുകൊണ്ട്, സ്വന്തമാക്കണമെങ്കിൽ വളരെ മികച്ച പുണ്യ അഭിവൃദ്ധി ആവശ്യമാണ്. ഈ കാര്യത്തിൽ നാം ലേശം പോലും അശ്രദ്ധരായിരിക്കാവുന്നതല്ല. അശ്രദ്ധ കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്, തീക്ഷ്ണത കുറവ് കാണിക്കരുത്. വളരെ ഗൗരവത്തോടെ എല്ലാം ത്യജിച്ചുകൊണ്ട് ഇത് സ്വന്തമാക്കാനുള്ള ഒരു നിർബന്ധ അന്വേഷണ തീക്ഷ്ണതയിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ സഹോദരിമാരെ, സ്വർഗഭാഗ്യം ഈ ലോകത്തിൽ തന്നെ കുറേയൊക്കെ അനുഭവിക്കുവാൻ നമുക്ക് പാടുള്ളത് നമ്മുടെ സ്വന്തം കുറ്റം കൊണ്ട് നാം നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക വണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് നിങ്ങൾ സാധ്യമായി അങ്ങയോട് അപേക്ഷിക്കുക. അതുകൊണ്ട് തമ്പുരാനോട് ആദ്യമായിട്ട് അപേക്ഷിക്കാൻ തുടങ്ങുക, സാധ്യമായിട്ട് അപേക്ഷിക്കുക, സാധിക്കുന്ന പോലെ ആഗ്രഹിച്ച് യാചിക്കുക. ഈശോ പറയുന്നുണ്ടല്ലോ, ദാഹിക്കുന്നവൻ വരട്ടെ, സമർത്ഥമായിട്ട് കിട്ടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ ലഭിക്കും, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവരുള്ളൂ. അപ്പൊ എല്ലാം നമ്മുടെ ഭാഗത്തുള്ള ആഗ്രഹത്തെ അതാണ് സൂചിപ്പിക്കുന്നത്. അതിലൂടെ നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. സൗജന്യമാണ് ദൈവത്തിന്റെ ദാനം, പക്ഷെ നമ്മുടെ ഈ ഭാഗത്തുള്ള ആഗ്രഹവും ഒരുക്കം ആവശ്യമാണ്. അതുകൊണ്ടാണ് സാധ്യമായി അങ്ങോട്ട് അപേക്ഷിക്കുക. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഈ സ്വർഗഭാഗ്യം കുറെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമായിരിക്കുമ്പോൾ അത് നമ്മുടെ കുറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനിട വരരുത്. സ്വർഗം എന്ന് പറയും ദൈവത്തോട് കൂടി ആയിരിക്കും, ദൈവമായിരിക്കുന്നതാണ് സ്വർഗം. സ്വർഗം പ്രാപിക്കുന്നത് ദൈവത്തെ പ്രാപിക്കുന്നത് തന്നെയാണ്. ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റും. അതേസമയം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു, നിങ്ങൾ തന്നെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ അശ്രദ്ധയെല്ലാം മാറ്റിവെച്ച്, അലംഭാവം എല്ലാം മാറ്റിവെച്ച് നല്ലപോലെ പുണ്യ അഭിവൃദ്ധിയിൽ
വളരാനും ഉയരാനും ആഗ്രഹിച്ചുകൊണ്ട് നല്ല വില കൊടുത്ത് വിശിഷ്ടമായ രത്നം സ്വന്തമാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യാപാരിയെ പോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ദൈവത്തോട് തീക്ഷ്ണമായിട്ട് കെഞ്ചി യാചിക്കുകയും അങ്ങനെ അവിടുത്തെ മുമ്പിൽ പറയുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു മനോഭാവം നമുക്ക് ആവശ്യമെന്ന് മദ്രസയോടെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പുതുക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.